പാറു ദാ നോക്ക് അച്ഛൻ വരുന്നുണ്ടല്ലോ. പാറുകുട്ടി ഇവക്ക് ഇപ്പോഴേ നിങ്ങളെ പിരിഞ്ഞിരിക്കാൻ വയ്യെന്നായിട്ടുണ്ട്. അച്ഛന്റെ പാറുകുട്ടി വിഷമിച്ചോ? ഏയ് ഞങ്ങളിങ്ങനെ ഓരോ കഥകളൊക്കെ പറഞ്ഞ് നടക്കുകയായിരുന്നു. അല്ല ശാലിനി എവിടാ മോനെ? മോൾക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാണ്ടെന്ന് പറഞ്ഞു പോയതാ. അല്ല കമലിനെവിടെ? രാവിലെ ഇറങ്ങിയതാ ഊരു ചുറ്റാൻ. ഇന്ദുദമ്മ ഇത്ര അടുത്തുള്ളത് ഞങ്ങൾക്കൊരു സഹായമായി. ഇടയ്ക്ക് മോളെ ഒന്ന് കൈമാറാമല്ലോ. സന്തോഷേ ഉള്ളു മോനെ. കുഞ്ഞുങ്ങൾ അടുത്തുണ്ടാവുമ്പോഴാ സങ്കടങ്ങളൊക്കെ മറക്കുന്നേ. അവരുടെ ചിരിയും കളിയും ഒക്കെ കണ്ട് നമ്മൾ ഇരുന്നു പോവും. ഞാൻ ഇറങ്ങട്ടെ. ആ മോൻ വല്ലതും കഴിച്ചതാണോ? ആ കഴിച്ചു. വാവ പിടിച്ചോ. ശരി ശരി. അച്ഛന്റെ കുട്ടിക്ക് ഉറക്കം വരുന്നുണ്ടോ? ആന്റി ആധാരം നോക്കിയേ. വിഷ്ണു ജോസെ ഇവിടെ നിർത്തിക്കേ. ജോസഫ് വണ്ടി ഉള്ളിലോട്ടെടുത്തേ. സത്യഭാമയുടെ മകൻ താമസിക്കുന്ന പുതിയ വീട് കണ്ടോ ആന്റി? എന്തായാലും ശാലിനി ഉദ്ദേശിച്ചതെല്ലാം സാധിച്ചെടുത്തു. ആന്റി അടിച്ചിറക്കിയതാണെന്നും ദാരിദ്ര്യത്തിലാണെന്നും കാണിക്കാൻ വേണ്ടിയല്ലേ അവൾ ഈ നാട്ടിൽ തന്നെ വിഷ്ണുവേട്ടനെയും കൊണ്ട് ഇതുപോലൊരു വീടും എടുത്ത് താമസിക്കുന്നത്. അവൾ ആ കുഞ്ഞിനെയും കൂടെ കഷ്ടപ്പെടുത്തല്ലേ ആന്റി? ഹാ, ഇതുകൊണ്ടൊക്കെ ആന്റിയോട് പകരം വീട്ടുന്നതിന്റെ ഒരു സുഖം കിട്ടുമായിരിക്കും. ഇപ്പൊ തൃപ്തിയായില്ലേ ആന്റിക്ക്? ജോസ വണ്ടി തിരിക്കേ. ഹലോ, പറയ്.
സത്യമ്മ പറഞ്ഞതുപോലെ എന്റെ ഭർത്താവ് 4ാം ക്ലാസ് തികച്ചു പഠിച്ചിട്ടില്ല. പക്ഷേ അധ്വാനിക്കാനുള്ള മനസ്സുണ്ട്, അതിനുള്ള ആരോഗ്യവും. അതുകൊണ്ട് സത്യാമ്മയുടെ വീട്ടിലെ അത്ര സൗകര്യങ്ങളൊന്നും ഇല്ലെങ്കിലും ഞങ്ങളുടെ മോളും സുഖമായിട്ട് ജീവിക്കും. ഈ അഹങ്കാരം കണ്ടു നിൽക്കണം ആന്റി. അഹങ്കാരമല്ല സുസ്മിതെ, ആത്മവിശ്വാസം. അവളെ അങ്ങനെ വെറുതെ വിട്ടാ പറ്റില്ലല്ലോ. തെരുവിലായി കഴിഞ്ഞിട്ടും അവളുടെ ആത്മവിശ്വാസത്തിന് ഒരു കുറവുമില്ല. അത് തല്ലിക്കിടത്തണം. ശരി, ഓക്കെ. ആന്റി, ഇന്ന് 6-ാം തീയതി അല്ലേ ആന്റി? അതെ. ഷോ, ഞാൻ മറന്നല്ലോ. എന്റെ ഫ്രണ്ട് ജെയിന്റെ ഹൗസ് വാമിംഗ് ആയിന്ന്. അവളെന്നെ നേരത്തെ ക്ഷണിച്ചതാ, ഞാൻ മറന്നുപോയി. ഒരുങ്ങി ഇറങ്ങിയ സ്ഥിതിക്ക് ഞാനൊന്ന് പോയിട്ട് വരട്ടെ. അതിനെന്താ മോളെ, നീ പോയിട്ട് വാ. ശരി ആന്റി. സത്യമാണ് താൻ പറയുന്നത്? അതെ സാറേ, ആരോടും പറയരുതെന്ന് സത്യമ്മ പറഞ്ഞതുകൊണ്ടാ ഞാൻ. താൻ അവരെ എവിടെയും കണ്ടില്ലേ? അന്വേഷിക്കാവുന്നിടത്തൊക്കെ അന്വേഷിച്ചു, എവിടെയും കണ്ടില്ല. എന്നാ പിന്നെ എന്തിനാണോ ആ വിവരം എന്റെ അടുത്ത് എഴുന്നള്ളിക്കാൻ ഇരിക്കുന്നത്? ചുമ്മാതെ. പിള്ളേ, ഓ, എല്ലാവർക്കും നിരാഹാര സമരം അവസാനിപ്പിക്കാം. ഇവിടുന്ന് ഇറങ്ങിപ്പോയവര് വീടും കൂടുമില്ലാതെ തെരുവിൽ അലഞ്ഞു നടക്കാല്ലെന്ന് പറഞ്ഞേക്ക്. അവരൊരു വീടെടുത്ത് താമസം തുടങ്ങി. പാറമോള് സുഖമായിരിക്കുന്നു. വലിയേച്ചി, നീ വാ, അകത്തോട്ട് വാ. എന്തായി? നീ വാ, ഞാൻ പറയാം. വാ. വലിയേച്ചി, അമ്മയുടെ ജാമ്യത്തിന്റെ കാര്യം എന്തായിന്ന് പറയും. നീ കുടിക്കാൻ ഇത്തിരി കഞ്ഞോളം എടുക്ക. എന്റെ തൊണ്ടയാകെ വരണ്ടു. പിന്നാണെങ്കിൽ നടന്നതിന്റെ ക്ഷീണവും. വലിയേച്ചി, ഇതൊന്നും പറഞ്ഞിട്ട്. നിന്നോടല്ലേ പറഞ്ഞത്? ഇവിടെ ആരും കഞ്ഞി വെച്ചില്ല, അതുകൊണ്ട് കഞ്ഞിവെള്ളം ഇല്ല. പച്ചവെള്ളം ഉണ്ടാവുമല്ലോ, അത് മതി. വലിയേച്ചി പിടിക്കുന്ന മുയലിന് എപ്പോഴും 4 കൊമ്പല്ലേ. അയ്യോ, എല്ലാം കൊണ്ടും എനിക്ക് നഷ്ടക്കച്ചവടവാ. പിന്നെ നിന്നെ ഓർത്തു ഞാൻ അതും വിട്ടേക്കാം.
വസുമതി ആന്റിയോ? ഇവരെന്തിനാ വന്നത്? അർജുനല്ലേ രണ്ടുപേരുടെയും വക്കീല്. ഇക്കാര്യം വസുമതി അറിഞ്ഞിട്ടുണ്ടോ? മകന് സ്ത്രീധനമായി കിട്ടിയ ലക്ഷങ്ങളുടെ ഉരുപ്പടി മോഷ്ടിച്ച കേസിലെ പ്രതിയെ പുറത്തിറക്കാൻ മകൻ തന്നെ പെടുവാപ്പാട് പെടുവാണെന്നുള്ളതേ. ഈശ്വര, അക്കാര്യം ചോദിക്കാനാകുമോ ഇവര് വന്നത്? എന്തിനാ ചേച്ചി ഇരിപ്പോ? രണ്ടാളിവിടെ ഉണ്ടായിരുന്നോ? ഹോട്ടൽ എന്താ പൂട്ടി കിടക്കുന്നേ? അത് ഞങ്ങളുടെ കുഞ്ഞിന്റെ ജന്മനക്ഷത്രത്തില് ഒരു ദോഷപരിഹാര പൂജ ചെയ്യാൻ ഇറങ്ങിയതാ. പോകുന്ന വഴിക്ക് കുടുംബശ്രീ ഹോട്ടലിൽ കയറി ഒരു ഊണ് കഴിക്കാന്ന് കരുതി. അല്ല, ശാരദാമ്മ എവിടെ? ക്ഷമിക്കണം കേട്ടോ, എനിക്കറിയില്ലേന്നാവും നിങ്ങളിപ്പോ ആലോചിക്കുന്നത്. അത് അമ്മ സത്യാമ്മയുടെ വീട്ടിൽ പോയിട്ട് തിരിച്ചു വന്നിട്ടില്ലല്ലേ? ഞാൻ അപ്പോഴേ പറഞ്ഞില്ല അമ്മേ, ശാരദാമ്മ സത്യാമ്മയുടെ വീട്ടിൽ തന്നെ കാണുമെന്ന്. നമുക്ക് വേറെ ഏതെങ്കിലും ഹോട്ടലിൽ നിന്ന് കഴിച്ചാൽ മതിയായിരുന്നു. കഴിക്കാൻ വേണ്ടി മാത്രമല്ലല്ലോ നമ്മൾ കുടുംബശ്രീയിലേക്ക് വരുന്നത്. ശാരദാമ്മയും മക്കളെയും കാണാം. അതിന് ശാരദാമ്മ ഇവിടെ ഇല്ലല്ലോ. നമുക്ക് ഇറങ്ങിയാലോ? നല്ല വിശപ്പുണ്ട്. ഇവിടെ വരെ വന്നിട്ട് എങ്ങനാടി? ഹോട്ടലൊന്നുമില്ലെങ്കിലും ഈ കുഞ്ഞുങ്ങള് കഴിക്കാൻ എന്തെങ്കിലും വെച്ചുണ്ടാക്കിയിട്ടുണ്ടാവുമല്ലോ, അതിലൊരു പങ്ക് മതി. അതൊക്കെയല്ലേ ഈ സ്നേഹം എന്ന് പറയുന്നത്. ചെന്നെടുത്തു വെക്കും മക്കളെ. എന്താ മടിച്ചു നിൽക്കുന്നത്? ചിത്ര പറഞ്ഞതുപോലെ ഒരാനെ തിന്നാനുള്ള വിശപ്പുണ്ട്. എന്നാലും 2 പിടി ചോറ് മതി. പെട്ടെന്ന് എടുത്തു വെച്ചോ. എന്താ മക്കളെ? അല്ല വസുമതി ആന്റി, അത് ഇവിടൊന്നും വെച്ചിട്ടില്ല. അതെന്തു പറ്റി? സമയം കുറെ ആയല്ലോ. മനസ്സിലായി. അമ്മ ഇല്ലാത്തതുകൊണ്ട് മക്കളൊന്നും വെച്ചിട്ടുണ്ടാവില്ല അല്ലേ? മടി. ഇവക്കും ഇത് പതിവുള്ളതാ കേട്ടോ. സാരമില്ല, ശാരദാമ്മയ്ക്ക് പകരം വസുമതി ആന്റി ഇന്ന് അടുക്കളയിൽ കയറുന്നു. എന്താ, സമ്മതമല്ലേ? വസുമതി ആന്റിയോ? ആ, ശാരദാമ്മ ഉണ്ടാക്കുന്നതിന്റെ അത്രയും ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല കേട്ടോ. നമുക്ക് ഭക്ഷണം വെച്ച് വിളമ്പിത്തരേണ്ട കാര്യമുണ്ടോ? അല്ല, അമ്മയുടെ കാര്യം എന്തായി വലിയേച്ചി? കുറെ പരിഹസിച്ചിട്ടാണെങ്കിലും ബാലേന്ദ്രൻ പണം തന്നു. അർജുനേട്ടനെ അത് ഏൽപ്പിച്ചിട്ടുണ്ട്. ആ
പണം കോടതിയിൽ കെട്ടിവെച്ചു എന്നാ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ അമ്മ ഇന്ന് തന്നെ ജാമ്യത്തിലിറങ്ങും. അച്ഛനും. എന്നാലും ശാലിനിയുടെ കാര്യം അമ്മയുടെ പേരില് അവളും പെരുവഴിയിലായല്ലോ. ദാ വരുന്നു. ദേ അവള് പോന്നു. ഇവിടെ നിർത്തിക്കോ. നിന്നെ ഒന്ന് കാണാൻ വന്നതാടി. രാമനും സീതയും വനവാസത്തിന് പോയ ശേഷം നമ്മൾ രണ്ടാളും മാത്രമായിട്ടൊരു കൂടിക്കാഴ്ച ഉണ്ടായിട്ടില്ലല്ലോ. ശൂർപ്പണഖയ്ക്ക് സ്വാഗതം. വനവാസത്തിലാണെങ്കിലും നിന്റെ ദുഷ്ടസാന്നിധ്യം ഇല്ലാത്തതുകൊണ്ട് ഞങ്ങള് രണ്ടുപേരും സമാധാനമായിട്ട് ജീവിച്ചു പോന്നു. നിന്നെ ഇപ്പൊ കണ്ടാ തോന്നുന്നത് എന്താന്നറിയോ? ഒറീസയെന്നും ബംഗാളിന്നും ഒക്കെ ഇവിടെ റോഡ് വെട്ടാനും കൽപ്പണിക്കും ഒക്കെ വരുന്ന കൂലിപ്പണിക്കാരില്ലേ, അവരുടെ ഭാര്യമാരാ ഇതുപോലെ കഞ്ഞിക്കലും മീൻചട്ടിയും ഒക്കെ വാങ്ങിക്കൊണ്ട് ഇങ്ങനെ റോഡിൽ കൂടെ നടന്നു പോകുന്നത്. അതൊരു കുറവാണെന്ന് നിന്നോട് ആരാ പറഞ്ഞത് സുസ്മിത? പുറം നാട്ടിൽ നിന്ന് ഇവിടെ വരുന്ന കുടുംബങ്ങളെ ഇവിടെ അധ്വാനിച്ച് തന്നെയാ ജീവിക്കുന്നത്. അമ്മയുടെ കൂട്ടുകാരിയുടെ വീടെന്നുള്ള അധികാരത്തില് നീ സത്യാമ്മയുടെ വീട്ടിലെ ഡൈനിങ് ടേബിളിൽ ഇരുന്ന് വെട്ടി വിഴുങ്ങുന്ന ആഹാരത്തെക്കാൾ രുചിയുണ്ടാവും അവര് ശരീരം വിയർത്തുണ്ടാക്കുന്ന ഭക്ഷണത്തിന്. ഇപ്പൊ നീ ഇങ്ങോട്ട് എഴുന്നള്ളിയ കാറിന്റെ ഫ്യൂല് പോലും എന്റെ വിഷ്ണുവേട്ടന്റെ അമ്മയുടെ കാശ് കൊണ്ട് അടിക്കുന്നതല്ലേടി. നല്ല ദണ്ണുണ്ടല്ലേ നിനക്ക്. എന്നാലേ ഇതൊക്കെ ഒരു മിടുക്ക. എടി, ദണ്ണോന്നല്ല എനിക്ക് തോന്നുന്ന ഈ വികാരത്തെ പറയേണ്ടത്. പുച്ഛം. വല്ലവന്റെയും പണം ഊറ്റിക്കുടിച്ച് തഴച്ച് വളരുന്നൊരു ഇത്തിൽ കണ്ണിയോട് തോന്നുന്ന പുച്ഛം. എടി, ഇത്തിൽ കണ്ണിക്ക് ഒരു പ്രത്യേകതയുണ്ട്. മറ്റു ചെടികളെ പോലെ മണ്ണുമായിട്ട് ബന്ധമൊന്നുമില്ല. ആരെങ്കിലും ഊറ്റിക്കുടിക്കാനാ അതിന്റെ ജന്മം തന്നെ. ഈ പേനും കൊതുകും മുട്ടയും ഒക്കെ ഇല്ലേ, ചോര എന്റെ ഭക്ഷണം. രക്തം കുടിക്കുന്നല്ലോ എന്ന് കരുതി ആ ജീവികളോട് ആർക്കെങ്കിലും അസൂയ തോന്നൂ? പുച്ഛം. കൂടിപ്പോയാ ഒരു സഹതാപം, അത്രേ ഉള്ളൂ. ആ, വല്ലവന്റെയൊക്കെ തല്ലുകൊണ്ട് ചാവുന്നത് വരേ ഉള്ളൂ അതിന്റെയൊക്കെ തിളപ്പ്. ഒരു ദിവസം, ഒരേ ഒരു ദിവസം മറ്റാരുടെയും സഹായമില്ലാതെ എന്നെ പോലെ മണ്ണിൽ കാലുറപ്പിച്ചു നിന്ന് ജീവിച്ചു കാണിക്കേ. എന്നിട്ട് നീ ചോദിക്ക, കാണുമ്പോ ദണ്ണോ അസൂയൊക്കെ തോന്നുന്നുണ്ടോന്ന്. നാട്ടുകാരുടെ എച്ചിലെടുത്തും ചായ ഗ്ലാസ് കഴുകിയും കിട്ടുന്ന നക്കാ പിച്ചുകൊണ്ട് ജീവിച്ച നിനക്കൊക്കെ മണ്ണും ചെളിയും പാടമൊക്കെ ദൈവമായിരിക്കും. ഇന്നത്തെ ജനറേഷൻ അധ്വാനിക്കുന്നത് ശരീരം കൊണ്ടല്ലടി, ബുദ്ധി കൊണ്ടാ. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് കേട്ടിട്ടില്ലേ നീ? നിർമ്മിത ബുദ്ധി. ഒരു ലക്ഷ്യം മുന്നിൽ കണ്ട് ഒരു പ്രോഗ്രാം കോഡ് ചെയ്ത് വെച്ച ആ ലക്ഷ്യം മുന്നിൽ കണ്ട് രാവും പകലും അത് പ്രവർത്തിച്ചോളൂ. എന്റെ തലച്ചോറിൽ കോഡ് ചെയ്ത് വെച്ചിരിക്കുന്ന അതേ ബുദ്ധിയാണടി നിന്നെ തെരുവിൽ ഇങ്ങനെ നാടോടി വേഷത്തിൽ നിർത്തിയിരിക്കുന്നത്.
ജോലിയുടെ അധ്വാനത്തിന്റെ മഹത്വമൊക്കെ പറഞ്ഞ് നീ പോയി ജീവിച്ചോ. ആ പിന്നെ വേണമെങ്കിൽ അതിനെക്കുറിച്ചൊരു മഹാകാവ്യം എഴുതി മാങ്ങാക്കൊലേന്നോ തേങ്ങാക്കൊലേന്നോ പേരുവിട്ടോ. പക്ഷേ ഭാമാന്റിയുടെ വീട്ടിലേക്കുള്ള വഴി നീ മറന്നേക്ക് എന്നേക്കുമായി. സുസ്മിതേ, രോഹിത്ത് മടങ്ങി വരുന്നത് വരെ മാത്രമേ നിന്റെ ഈ സുഖവാസം ഉണ്ടാവൂ. പിന്നെ നിനക്കുള്ളത് വനവാസമല്ല, ജയിൽവാസം.